ഹായ്, എല്ലാവർക്കും മലബാർ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. അതിനായി പച്ചരി 1 കപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തതാണ് എടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് ആവശ്യമായത് ഒരച്ച് ശർക്കര, അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും ഒഴിച്ച് ഉരുക്കിയെടുക്കേണ്ടതുണ്ട്. അതിനായി ലോ ഫ്ലെയിമിൽ തീ കത്തിച്ച് ശർക്കര ഉരുക്കിയെടുക്കുക. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് ചക്ക വരട്ടി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഇന്നലെ ചക്കയും ഏലക്കായും ശർക്കരയും ചേർത്ത് നല്ലോണം വരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ചക്കയപ്പം ഉണ്ടാക്കുന്നത്. നമ്മുടെ ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. നല്ലോണം മെൽറ്റായതിന് ശേഷം ഇത് ഒരരിപ്പ് വെച്ച് അരിച്ചെടുക്കുക. ശർക്കരയിൽ കല്ലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനാണ് നമ്മളിങ്ങനെ ഉരുക്കി അരിച്ചെടുക്കുന്നത്. നമ്മുടേതൊരു പുതിയ ചാനലാണ്, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കര മെൽറ്റായിട്ടുണ്ട്. നമ്മൾ കുതിർത്ത് വെച്ച പച്ചരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര പാനിയും ചേർക്കുക. ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം ഒരു നുള്ള് ഏലക്കാപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചക്ക വരട്ടിയതും കൂടി ചേർത്ത്, 1 കപ്പ് ചക്ക വരട്ടിയതാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതും കൂടി ചേർത്ത് നല്ല മീഡിയം സൈസിൽ അരച്ചെടുക്കുക. നമ്മൾ അരച്ച അരപ്പിൽ നല്ല ടൈറ്റായിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിനുള്ള വെള്ളം ഉപയോഗിച്ച് ഒരു മീഡിയം രീതിയിൽ മാവ് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലത്. വല്ലാണ്ട് ലൂസ് ആവാനോ എന്നാൽ നല്ലോണം ടൈറ്റായി പോവാനോ പാടില്ല. മാവ് ഒരു മീഡിയം ലെവലിൽ നമ്മൾ സ്പൂൺ ഇങ്ങനെ ഇതാക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന രീതിയിലാണ് മാവ് ഉണ്ടായിരിക്കേണ്ടത്. ഇതിന് ശേഷം നമ്മളൊരു പാൻ വെച്ച് 2 ടീസ്പൂൺ നെയ്യ് ഉപയോഗിച്ച് ഇതിലേക്ക് ആവശ്യമായ തേങ്ങ ചിരകിയതും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വറുക്കുന്നതാണ് നല്ലത്. തേങ്ങ കരിഞ്ഞു പോവാതിരിക്കാൻ സഹായിക്കും. ചിലർ ഉണ്ണിയപ്പത്തേക്ക് നമ്മൾ തേങ്ങ നുറുക്കാക്കിയിട്ട് നെയ്യിൽ വറുത്തിടാറുണ്ട്. പക്ഷേ അതിലും ടേസ്റ്റായിട്ട് തോന്നുന്നത് ഇങ്ങനെ നെയ്യിൽ വറുത്ത് ചിരകിയത് വറുത്തിടുമ്പോഴാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതെ ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങാക്കൊത്ത് വരട്ടിയെടുക്കാൻ. ഇതൊരു ബ്രൗൺ കളറാവുന്നത് വരെ വരട്ടിയെടുക്കുക. ഈ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും ഈ ഉണ്ണിയപ്പം മാവിലേക്ക് ചേർത്ത് വെക്കേണ്ടതാണ്. ഇത് ഏറ്റവും നല്ല സ്വാദിഷ്ടമായിട്ട്, നമ്മൾ ഇപ്പോൾ നിലവിൽ ഒരുപാട് ചക്കക്കാലമായതുകൊണ്ട് തന്നെ ചക്ക കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്, നല്ല സോഫ്റ്റും ടേസ്റ്റും ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ഉണ്ടാക്കി നോക്കുക. നമ്മൾ മാവിലേക്ക് തേങ്ങ വറുത്തതും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം ആദ്യം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മാവ് നന്നായി മിക്സ് ആയിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഒരു 10-20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ലോണം അടച്ച് വെച്ച് ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. എണ്ണയും നെയ്യും ഉപയോഗിച്ച് ചുട്ടെടുക്കുന്നതാണ് നല്ലത്. നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് നെയ്യും എണ്ണയും ചൂടായതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കുക. മാവ് ഒഴിച്ച് 2 ഭാഗവും ബ്രൗൺ കളറാവുന്നത് വരെ തിരിച്ചിട്ട് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, വെന്ത് കിട്ടാനും ബുദ്ധിമുട്ടാവും. 2 സൈഡും ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നോക്കിയതിന് ശേഷം ഉണ്ണിയപ്പം മറിച്ചിട്ട് കൊടുക്കുക. സ്പൂൺ ഉപയോഗിച്ച് മറിച്ചിടുകയായിരിക്കും നല്ലത്.
ഒരു ബ്രൗൺ കളറാവുന്നത് വരെ അതിന് ശേഷം അത് മറിച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ മറിച്ചിടുന്നത് പപ്പടക്കോല് ഉപയോഗിച്ചിട്ടാണ്. അതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പം ഒരു ഭാഗം നന്നായി മുരിഞ്ഞിട്ടുണ്ട്, തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി അടിഭാഗം കൂടി വെന്തതിന് ശേഷം കോരിയെടുക്കാം. കോരിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.